നമസ്കാരം, ഞാൻ കിരൺ എസ് പിള്ളൈ, വസ്തുത തിങ്ക് ടാങ്കിൽ നിന്നാണ്. ഇന്ന് നമ്മൾ ഒരു ഓണാട്ടുകര വിശേഷമാണ് പറയാൻ ശ്രമിക്കുന്നത്. ഓണാട്ടുകര എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൻ്റെ വടക്കോട്ട് ഉള്ള പ്രദേശവും കുറച്ച് ആലപ്പുഴയുടെ കുറച്ച് തെക്കോട്ടുള്ള പ്രദേശവും പിന്നെ ഈ കൊല്ലത്തിനും ആലപ്പുഴയ്ക്കും കിഴക്കോട്ട് നിൽക്കുന്ന പത്തനംതിട്ടയുടെ കുറച്ച് പ്രദേശമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കേരളത്തിലെ 3 ജില്ലകൾ, അവയുടെ കുറച്ച് ഭാഗം ഓണാട്ടുകര എന്ന് പറയും. ഇത് പണ്ടത്തെ ഒരു നാട്ടുരാജ്യമായിരുന്നു ഓണാട്ടുകര എന്ന് പറയുന്നത്. അതായത് തിരുവിതാംകൂറൊക്കെ വരുന്നതിന് ആ സമയത്തും അതിന് മുൻപായിട്ട് ഒരു 1800-കൾക്ക് മുൻപായിട്ടാണ് ഓണാട്ടുകര രാജ്യം അതിൻ്റെ പ്രതാപത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നും ഈ സ്ഥലങ്ങളിലുള്ളവർ ഇതിനെ ഓണാട്ടുകര എന്ന് തന്നെ പറയും. അപ്പോൾ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഓണാട്ടുകര വിശേഷമല്ല, ഓണാട്ടുകരയിൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ പറ്റിയിട്ടാണ്. ഓണാട്ടുകരയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മണ്ണും ഇവിടുത്തെ കൃഷിയും ഇവിടെ നമുക്ക് നാച്ചുറലായിട്ട് വളരുന്ന കുറച്ച് മരങ്ങളും മറ്റുമൊക്കെയാണ്. അപ്പം ഇവിടെ വളരെ കൂടുതലായി കാണുന്ന കുറച്ച് മരങ്ങളുണ്ട്. ഒന്ന് നീം, അതായത് നമ്മുടെ വേപ്പ്. പിന്നെ കാണുന്നത് മാവ്, ഇവിടെ ധാരാളമുണ്ട് മാവുകൾ. പ്ലാവുകൾ ഇവിടെ ധാരാളമുണ്ട്. മുരിങ്ങ ധാരാളമുണ്ട്. കപ്പളങ്ങ അല്ലെങ്കിൽ നമ്മൾ പപ്പായ എന്ന് പറയുന്നത് ഇവിടെ കൂടുതലുണ്ട്. അപ്പോൾ ഈ ചെടികൾ അല്ലെങ്കിൽ ഈ മരങ്ങൾക്ക് ഇന്ന് നമ്മുടെ ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ വലിയ ഡിമാൻഡാണ്. അത് ഇതിൻ്റെ ഫലങ്ങൾക്ക്, അതായത് ഇതിൻ്റെ ഫ്രൂട്ട്സിനല്ല. മാവിൽ നിന്നുള്ള മാങ്ങയ്ക്ക് ഡിമാൻഡുണ്ട് തീർച്ചയായും, പപ്പായയ്ക്കും ഡിമാൻഡുണ്ട്, മുരിങ്ങയ്ക്കും ഡിമാൻഡുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വരെ ഡിമാൻഡുള്ളൊരു സാധനമാണ് ഇവയുടെ ഇലകളിൽ നിന്ന് കിട്ടുന്ന പൊടി. അതായത് ഇപ്പം മുരിങ്ങ പൗഡർ, MORINGA, മുരിങ്ങ പൗഡർ എന്ന് പറഞ്ഞിട്ട് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു പൗഡറായിട്ട് നമ്മുടെ മുരിങ്ങയുടെ ഇല വളരെ ഡിമാൻഡുള്ളതാണ് നോർത്ത് ഇന്ത്യ, അതുപോലെ തന്നെ നമ്മുടെ സിറ്റീസിലൊക്കെ. അതുപോലെ തന്നെ പപ്പായയുടെ ഇലകൾക്കും ധാരാളം ഡിമാൻഡുണ്ട്. മാവിൻ്റെ ഇലയ്ക്ക് ഡിമാൻഡ് വളർന്നു വരുന്നു. പ്ലാവിൻ്റെ ഇലയ്ക്കും ഡിമാൻഡുണ്ട്. പ്രധാനമായിട്ട് ഇതിനകത്തുള്ളത് എന്താണ്? ക്ലോറോഫിൽ കൂടുതലാണ്, മഗ്നീഷ്യം കൂടുതലാണ്. പിന്നെ ഇതിനകത്ത് കുറേ മിനറൽസ് ഉണ്ട്. അതായത് ഇപ്പോൾ സിങ്ക്, മാംഗനീസ്, ഇതുപോലത്തെ കാര്യങ്ങൾ ഈ ഇലകളിൽ ധാരാളമായി കാണുന്നു എന്ന് നമ്മൾ അറിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ വളരെയധികം വേറെ കുറേ ചെടികളുടെയും ഇലകൾ നമ്മുടെ ഈ ഓണാട്ടുകര പ്രദേശത്ത് വളരുന്ന ഇങ്ങനെ പല ചെടികളുടെ ഇലകൾക്ക് വല്ലാത്ത ഡിമാൻഡാണ്. ഇവ പൊടിയായിട്ടാണ് കൂടുതലും ആൾക്കാർ പൊടി ക്യാപ്സ്യൂളാക്കി വെക്കുന്നു. മുരിങ്ങ പൗഡർ, മാംഗോ ലീഫ് പൗഡർ. മാത്രമല്ല ഈ പൊടികളെ, നമ്മുടെ ഈ ഇലകളെ പൊടിപ്പിച്ച് വെക്കുന്നത് പല കാര്യങ്ങൾ മിക്സ് ചെയ്യും. അതായത് ഇപ്പം വേപ്പും മാവും ഇതിൻ്റെ രണ്ടിൻ്റെ ഇലകളെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഹെർബൽ ടീ ആയിട്ട് ആൾക്കാർ കുടിക്കുന്നുണ്ട്. അതിന് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതായി കാണുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മളുടെ പൂർവികർ ഇതൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. അപ്പം ഇത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഗുണമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഇലകളിൽ ഇതൊക്കെ വരാനുള്ള കാരണവും നമ്മുടെ ഓണാട്ടുകരയുടെ മണ്ണിൻ്റെ വിശേഷമാണ്. നമ്മുടെ മണ്ണിലും നമ്മുടെ മിനറൽസിലുമൊക്കെ ഇത്തരം പോഷക ഗുണങ്ങളുള്ള പല എലിമെൻറ്റ്സ് നമ്മുടെ മണ്ണിലുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ ഏരിയയിലുള്ള മണ്ണിൽ ഇത്തരം മിനറൽ ക്വാണ്ടിറ്റി ഉള്ളത് കാരണം ഇവിടുത്തെ ചെടികളിൽ ഈ മിനറൽസ് ഉണ്ടാവുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ തിയറി. അപ്പോൾ അത് ഓണാട്ടുകരയിലെ മണ്ണിൻ്റെ മിനറൽസ് നമ്മുടെ ഈ വേപ്പിലും നമ്മുടെ ഈ മുരിങ്ങയിലുമൊക്കെ വരുന്നു. അപ്പോൾ എങ്ങനെ നമ്മുടെ ഈ ഇലകളെ പൊടിയാക്കാം, അതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ആദ്യം എന്താ വേണ്ടത്? ആദ്യം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം. ആദ്യമേ ഇലകൾ ശേഖരിക്കുക. അപ്പോൾ അത് നമുക്ക് ഇപ്പം ഒരു മരം ഉണ്ടെങ്കിൽ, ഒരു മുരിങ്ങ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 25% ഇല നമ്മൾ എടുക്കാം. അങ്ങനെ നമ്മളൊരു മുരിങ്ങയെ മുഴുവനായിട്ട് നമ്മൾ സ്ട്രിപ്പ് ചെയ്യാൻ പാടില്ല, അത് പ്രകൃതിക്ക് മോശമാണ്. ഒരു മുരിങ്ങയുടെ 25% ഇല എടുക്കുക.
അല്ലെങ്കിൽ ഒരു കപ്പളങ്ങയുടെ 25% അരി എടുക്കുക, ഒരു വേപ്പിൻ്റെ 25%, അങ്ങനെ ആ ഒരു കണക്കിലെടുക്കാം. അടുത്തത് ഈ ഇലകളെ ഉണക്കണം. കാരണം ഈ ഇലകളിൽ എന്താണുള്ളത്? ഈർപ്പമുണ്ട്, മോയ്സ്ചർ, വെള്ളം. അതിനെ ഉണക്കണം. ഉണക്കാൻ വേണ്ടിയിട്ട് ഈ ഇലകളെ ഒരു ഡ്രയർ, അത് എന്ന് പറഞ്ഞ ഒരു ഫാനാണ്, ആ ഫാനിൽ ചൂട് കാറ്റുണ്ടാവും, ഡ്രയർ. അപ്പോൾ ചിലപ്പോൾ ഈ ഡ്രയർ എന്ന് പറയുമ്പം നമ്മളൊരു ഊഹിക്കാം, അതായത് ഒരു ബക്കറ്റ് പോലത്തെ ഐറ്റം ഉണ്ടാവും, ഒരു എൻക്ലോഷർ, ഒരു ബക്കറ്റ്, അതിനകത്ത് ഈ ചൂട് കാറ്റ്, അതാകുമ്പോഴത്തേക്കും ഇത് ആ ചൂട് നമുക്ക് കിട്ടുന്ന ആ ഫാനിൻ്റെ അല്ലെങ്കിൽ ആ മോട്ടറിൻ്റെ ചൂട് ആ ഒരു ക്ലോസ്ഡ് എൻക്ലോഷറിൽ അടഞ്ഞ ആ ഒരു സ്ഥലത്ത് വെക്കുമ്പോൾ അതിൻ്റെ ചൂട് കൂടുതലാണ്. അപ്പോൾ ഈ ചെടികളിൽ നിന്നുള്ള ഈർപ്പം പോയി പോകും. അപ്പം അത് നമുക്ക് ഉണങ്ങിക്കിട്ടി. അടുത്തത് എന്താണ്? ഈ ഉണങ്ങിയ ഇലകളെ നമ്മൾ പൊടിക്കണം. അതിനു വേണ്ടി നമുക്ക് ക്രഷേഴ്സ് ഉപയോഗിക്കാം, ഗ്രൈൻഡേഴ്സ് ഉപയോഗിക്കാം. ഇതും നമ്മുടെ പൊടിമില്ല് എന്നൊക്കെ പറയുന്നതല്ല. ഇപ്പം നമ്മൾ ഉണക്കിയ മുളക്, ഉണക്കിയ മല്ലി, ഉണക്കിയ ജീരകം പൊടിക്കുന്ന അതേ രീതിയിൽ നമുക്ക് ഈ ഉണക്കിയ മുരിങ്ങയില, ഉണക്കിയ വേപ്പില പൊടിക്കാം. പൊടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബേസിക് സാധനം കിട്ടി. പിന്നെ നമുക്ക് ഈ പൊടിച്ച ഈ പൊടികളെ നമുക്ക് പിന്നെ ക്യാപ്സ്യൂളിലേക്ക് കയറ്റാം. ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുളികയുടെ അറ്റത്തുള്ള, ഗുളികയുടെ പുറത്തുള്ള ആ ഒരു കവറിങ് ഉണ്ടല്ലോ, അതിനകത്തേക്ക് കയറ്റാം. അല്ലെങ്കിൽ ഇതിനെ തന്നെ ഗുളിക രൂപത്തിലേക്ക് മാറ്റാം, നമ്മുടെ പിൽസിൻ്റെ രൂപത്തിലേക്ക് അതിനെ മാറ്റാം. പിന്നീട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. കാരണം ഇത് ഒട്ടിയിരിക്കണം, അതായത് ഗുളികയുടെ ആ ഒരു ഷേപ്പ് പോകാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കതിന് കുറച്ച് മീഡിയംസ് ഉണ്ട്. അതായത് ഒരു ഗുളിക എങ്ങനെയാണോ ഉണ്ടാക്കുന്നത്, ഫാർമസി ഇൻഡസ്ട്രിയിൽ ഒരു ഗുളിക ഉണ്ടാക്കാനായിട്ട് അതിനകത്തുള്ള കാര്യങ്ങൾ, അതായത് അതിനകത്തുള്ള സത്ത്, നമ്മുടെ ഇതിനകത്തുള്ള സത്ത് എന്ന് പറയുന്നത് വേപ്പിൻ്റെ ഇലയാണ്. പക്ഷെ അപ്പോൾ ആ വേപ്പിൻ്റെ ഇല എന്ന സത്ത് ഒരു മീഡിയം, ഗുളികയുടെ എന്താണോ മെയിനായിട്ടുള്ള മീഡിയം, അതിൻ്റെ മാധ്യമം, അതായത് ചിലപ്പോൾ അതിൽ കെമിക്കലായിരിക്കാം, പിന്നെ അതിലേക്ക് ഇത് ചേർത്തിട്ട് നമ്മൾ കുറച്ച് പ്രോസസ്സിങ് ഉണ്ടാവും. അപ്പോൾ പിന്നെ അടുത്തത് വേണ്ടത് എന്താണ്? ഇതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് വേണം. കാരണം ഇത് മനുഷ്യൻ കഴിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിൻ്റേതായ സർട്ടിഫിക്കറ്റ്സ്, അതിൻ്റേതായ വിദഗ്ധരുടെ അഭിപ്രായം, അതിൻ്റെ കെമിസ്ട്രി, ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിദഗ്ധരെ ഉപയോഗിക്കാം. അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് എടുക്കണം. അതിന് ചിലവുണ്ടാവും, ഉറപ്പായിട്ടും ചിലവുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. സർട്ടിഫിക്കറ്റ്സ് എടുക്കണം, ബ്രാൻഡ് ഉണ്ടാക്കണം, അത് പാക്കേജ് ചെയ്യണം, അത് വിൽക്കണം. ബാക്കി ബിസിനസ്സാണ്, സപ്ലൈ ചെയിൻ. അപ്പോൾ നമ്മൾ പറയുന്നതിൻ്റെ കാര്യം, നമുക്ക് നമ്മുടെ നാടുകളിലും വീടുകളിലും വളരെ വളരെ അധികം കാണുന്ന കാര്യമാണ് ഇത്തരം ചെടികൾ. വേപ്പ്, മാവ്, പപ്പായ, മുരിങ്ങ, ഇതിൻ്റെ ഇലകൾക്ക് ധാരാളം ഡിമാൻഡുണ്ട്. വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉപയോഗിച്ച് ഇവയെ നമുക്ക് പൊടിക്കാം. ഡ്രൈ ചെയ്യുക, പൊടിക്കുക. പിന്നെ അതിനെ ആ ഒരു ഫാർമസിയിൽ ഉപയോഗിക്കുന്ന ടെക്നിക്സ് ഉപയോഗിച്ച് ഗുളിക രൂപങ്ങളോ അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ രൂപങ്ങളിലോ ആക്കി പാക്കേജ് ചെയ്ത് വിറ്റ് കഴിഞ്ഞാൽ നമ്മളുടെ യുവാക്കൾക്കും നമ്മളുടെ ഇവിടെയുള്ള നാട്ടുകാർക്കും ഇത് ഒരു വലിയ ഇൻഡസ്ട്രിയുടെ ഭാഗമാകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മളത് കളയേണ്ട കാര്യമില്ല. റോ മെറ്റീരിയൽസ് നമുക്കുണ്ട്, ആൾക്കാർ നമുക്കുണ്ട്, മെഷീനറി നമുക്കുണ്ട്, സിസ്റ്റംസ് നമുക്കുണ്ട്. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചാൽ നമുക്കൊരു ഇൻഡസ്ട്രി ഉണ്ടാക്കാം, ജോലികളുണ്ടാവും, പണമുണ്ടാവും. നമുക്ക് ബിസിനസ്സുകൾ നമ്മുടെ നാട്ടിൽ നിന്നും ഗ്ലോബലായി വളർത്താനുള്ള അവസരവും ധാരാളമുണ്ട്. ഇതിനെ ഒരു ആശയമായി കാണുക, നമുക്കിത് ഡെവലപ്പ് ചെയ്യാം. ഓണാട്ടുകരയിൽ ഇത് വേണം. നമ്മുടെ നാടും ഗ്ലോബൽ മാർക്കറ്റ്സിൽ വരണം. ഞാൻ കിരൺ എസ് പിള്ളൈ, ഓണാട്ടുകരയിൽ നിന്നും, വസ്തുത തിങ്ക് ടാങ്കിൽ നിന്നും. നമസ്കാരം.